ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കുടൽ തോരനായാലോ? അതിന് വേണ്ടി കുടൽ, മട്ടൻ്റെ കുടലാണ് കേട്ടോ. കുടൽ നന്നായി കഴുകി അതിനുശേഷം ഞങ്ങളിതാ അതിൻ്റെ വേസ്റ്റൊക്കെ പോകാൻ വേണ്ടി, അതിൻ്റെ പുറത്ത് വേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് നന്നായിട്ട് പോകണം. അതിന് നമ്മൾ ആദ്യം വെള്ളം നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നല്ല പാടുണ്ട് കേട്ടോ അത് ഇളക്കാൻ വേണ്ടി. നല്ല ചൂടുവെള്ളത്തിലൊക്കെ കൈയൊക്കെ ഇടണം, അതിങ്ങനെ എടുക്കാൻ വേണ്ടി നല്ല പാടാണ്. അപ്പം നന്നായിട്ട് എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം. അതിനുശേഷം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിലിടേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അതാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത്. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, സവാള, കൊച്ചുള്ളി, ഉപ്പ്, ഇതെല്ലാം ഇടണം കേട്ടോ. ഇതെല്ലാം ഇട്ട് വേവിക്കണം, ചെറിയ തീയിൽ വേവിക്കണം. ആദ്യം ചെറിയ തീ മതി കേട്ടോ, ചെറിയ തീയിൽ വേവിക്കണം. അതുപോലെ തന്നെ പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഈ പേസ്റ്റും കൂടെ ഇതിലോട്ട് ഇടണം. ഇത് ഇപ്പോൾ കുറച്ച് വെന്തപ്പോൾ തന്നെ മണം വരുന്നുണ്ട്. മട്ടൻ്റെ കുടലാണ് കേട്ടോ. അപ്പം നന്നായി ഇത് വൃത്തിയാക്കണതാണ് കേട്ടോ ഏറ്റവും പാട്. ഒരുപാട് നേരം ഇരിക്കണം, നമ്മൾ ഒരുപാട് നേരം ഇരുന്നാണ് വൃത്തിയാക്കിയത് കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കണം, അതായത് മട്ടൻ്റെ കുടലും കൂടെ ആയതുകൊണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് മൂടി വയ്ക്കണം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് മൂടി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട് ഈ തേങ്ങ ചിരകുന്നതും. പിന്നെ ചിരകിയല്ലേ പറ്റും, അതുകൊണ്ട് തേങ്ങ ആവശ്യാനുസരണം നമുക്കിപ്പോൾ കുറച്ച് കുടലുള്ളൂ കേട്ടോ, അപ്പോൾ ആവശ്യാനുസരണം തേങ്ങ വേണം. അതുപോലെ തന്നെ അതിനുശേഷം കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള ചപ്പുചവറുകളെല്ലാം എല്ലാം വേണം കേട്ടോ. അത് ചെറുതായിട്ട് നമ്മൾ അടിക്കണം, ഒരുപാട് അരയണ്ട, തേങ്ങ നന്നായിട്ട് അരയണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മളിത് മൂടി വെച്ച കുടൽ തോരനായില്ല കുടലിലോട്ട് തട്ടുക. ചെറുതായിട്ട് അരഞ്ഞാൽ മതി കേട്ടോ, ഒരുപാട് അരഞ്ഞാൽ അത് തേങ്ങ നന്നായിട്ട് ഒരുമാതിരി അതിൻ്റെ തേങ്ങാപ്പാൽ പോലെ ആയിപ്പോൾ. ഇത് ചെറിയൊരു ഒരടി ഏലക്കയും പട്ടകളും ഗ്രാമ്പും എല്ലാം കൂടെ ഒന്ന് മിക്സാകാൻ വേണ്ടി അടിച്ചതിന് ശേഷം നമ്മുടെ ഈ പാതി വെന്ത കുടലിലേക്ക് നമ്മൾ തട്ടുക. എന്നിട്ട് കുറച്ച് ആവശ്യാനുസരണം, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഒരുപാട് വെള്ളമായാൽ അത് ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക. ഇപ്പം തന്നെ പാതി വെന്തത് കൊണ്ട് ഇപ്പം തന്നെ ഒരു മണമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത്, പിന്നെ അതുപോലെ തന്നെ പൊടികൾ എന്തൊക്കെ പൊടിയാണെന്നറിയാമല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ പൊടികളെല്ലാം ചേർക്കുക. നമ്മൾ ആവശ്യാനുസരണം എത്രത്തോളം, ഒരുപാട് വേണമെങ്കിൽ ഒരുപാട്, നമ്മൾ കുടൽ എങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ എരിക്കനുസരിച്ച് നമ്മളിടുക. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം, ഇത് തീരെ കുറച്ചായിപ്പോയെന്നും തോന്നരുത്, നിങ്ങൾക്ക് ആവശ്യാനുസരണം മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലക്കൂട്ടും എല്ലാം ഇടുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കുക. ഈ തേങ്ങയും ഈ പൊടികളും എല്ലാം ഇതിൽ മിക്സാകാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ പാതി വെന്ത് കേട്ടോ, ഇനി കുറച്ചുകൂടി വെന്ത്. അതായത് കുടൽ നമ്മൾ ആദ്യമേ നന്നായിട്ട് വേവിച്ചൊക്കെയാണ് അത് ഈ വേസ്റ്റൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, വേസ്റ്റൊക്കെ കളയുന്നത്. അതിനുശേഷം നമ്മളത് ഇപ്പം തന്നെ വെന്തിട്ടുണ്ട്. ഞാൻ ഇളക്കി സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉമ്മയാണ് ഇളക്കുന്നത്. ഉമ്മ അടിയിൽ പിടിച്ച് പോകുമെന്ന് കരുതി പെട്ടെന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി വേകാൻ വേണ്ടി നമ്മുടെ ലാസ്റ്റ് ഘട്ടം പച്ച വെളിച്ചെണ്ണ, എല്ലാത്തിലും ഒരു പച്ച വെളിച്ചെണ്ണ ഉണ്ട്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ തീർന്നു പോയി ഗൈസ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം മൂടി വയ്ക്കുകയാണ്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ വെന്ത് കേട്ടോ. നന്നായിട്ട് വെന്ത് നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സീ യു.